യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അവരുടെ സുരക്ഷ ശക്തമാക്കുകയാണ്. ഏകദേശം 463 ബില്യൺ ഡോളറാണ് ഇതിനുവേണ്ടി മാറ്റിവെച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവരുന്നു. എല്ലാ രീതിയിലും അവർ ഈ രീതിയിലേക്ക് കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നു, ചർച്ചകൾ സജീവമാകുന്നു, അങ്ങനെയൊക്കെ മുന്നേറുകയാണ്. ഇതിനിടയിൽ റഷ്യ നമുക്ക് ക്രൂഡ് ഓയിലിന് 4% കുറവ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ച് കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ലോകം ഉടൻ തന്നെ കടന്നേക്കുമോ എന്ന. കാരണം ആ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു മുന്നൊരുക്കം നടത്തുകയാണ്. പല വിധത്തിലും വ്യാപാര ബന്ധങ്ങളിൽ അടക്കം എന്തിനെയോ ഒന്നിനെ പ്രതിരോധിക്കാനുള്ള സുരക്ഷ ഒരുക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു സംശയം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഒരു മൂന്നാം ലോക മഹായുദ്ധം സംജാതമാകുമോ? ഇപ്പം ഈ പറഞ്ഞതുപോലെ ഒരു മൂന്നാം ലോകമഹായുദ്ധം എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മളിപ്പോ അത് പറയുമ്പോൾ ആൾക്കാർ പറയും ഇയാൾ എന്താ പറയുന്നത്, അല്ലെങ്കിൽ മൂന്നാം ലോകമഹായുദ്ധം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യും. പക്ഷെ നമ്മളിപ്പോ ദീർഘമായിട്ട് പരിശോധിക്കുമ്പോൾ ഈ കഴിഞ്ഞ അല്ലെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എല്ലാ രാജ്യങ്ങളും ആ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ അല്ലെങ്കിൽ കൂടുതൽ ഉയർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു, ആയുധങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. എല്ലാവരും ഒരു കരുതലോട്ട് മുന്നോട്ട് പോകും. അത് പല യൂറോപ്യൻ രാജ്യങ്ങൾ, നാറ്റോ രാജ്യങ്ങൾക്കകത്ത് വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ യുവജനങ്ങൾക്കും മറ്റു പലർക്കും ഈ പറയുന്ന പോലെ ആയുധ പരിശീലനം നടക്കുന്നു, സൈനിക പരിശീലനം നടക്കുന്നു, ബങ്കറുകൾ അല്ലെങ്കിൽ ഈ മോക്ക് ഡ്രിൽ പോലെയുള്ള സംവിധാനങ്ങൾ ഉരുത്തിരിച്ചിട്ട് പരിശീലിപ്പിക്കുന്നു. അപ്പൊ ഈ രാജ്യങ്ങൾ എന്തോ ഒരു സംഭവം അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പം എപ്പോഴെങ്കിലും ഒക്കെ ഉണ്ടാവാം എന്നുള്ള രീതിയിലും ഉണ്ടായാൽ ആ രാജ്യത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള ആയുധങ്ങളും അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമായിട്ടുള്ള മാനസികാവസ്ഥയിലുള്ള ജനങ്ങളെയും വാർത്തെടുക്കുന്നു എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കരുതേണ്ടി വരും. അതുകൊണ്ടാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധമോ എന്നൊക്കെ ചോദിച്ചത്. ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിൽ ഈ പറയുന്ന ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ എല്ലാ യുദ്ധങ്ങളും നിർത്തും. അയാൾ വന്നതിന് ശേഷം യുദ്ധത്തോടെ യുദ്ധമാണ്. പുടിന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ പുടിനെ വരട്ടി നോക്കി, പലവട്ടം വരട്ടി നോക്കി, പല യാടകളും നോക്കി, പല താരിപ്പുകളും നോക്കി. പുടിൻ പറഞ്ഞു പോടാ എന്റെ പുല്ല് എന്നുള്ള രീതിയിൽ പുടിൻ അന്ന് ആവശ്യത്തിന് മാത്രം മറുപടി പറയുന്നു. യുക്രൈന് യുദ്ധം നിർത്താൻ വേണ്ടി ലോകത്ത് പല ആൾക്കാരോടും സംസാരിക്കുന്നു. ഈ പറയുന്ന യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം 2 ആഴ്ചത്തേക്ക് അവസാനതാക്കിയത് ഇപ്പം ഈ പറഞ്ഞ ട്രംപ് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മളോടുള്ള കടന്നുകയറ്റത്തിന് ഈ യുദ്ധത്തിന് കാരണം ഫണ്ട് ഉണ്ടാകുന്നത് നമ്മൾ എണ്ണ മേടിക്കുന്നതാണെന്നുള്ള ഒരു വ്യാഖ്യാനം കൊണ്ട് നമ്മുടെ പേരിൽ താരിഫ് യുദ്ധം 100 രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ പേരിൽ അമിത താരിഫ് ഈടാക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ശേഷം ഉരുത്തിരിഞ്ഞ ഒരു ലോകക്രമം, ഒരു രീതി, അല്ലെങ്കിൽ അതൊന്നും വകവെക്കാൻ നിൽക്കുന്ന ഇന്ത്യയും ആ വകവെക്കാത്ത ഇന്ത്യയെ സംരക്ഷിക്കാൻ നിൽക്കുന്ന പുടിനും ഒരുപക്ഷെ ചൈനയും അതിനോട് അനുബന്ധിച്ചുണ്ടായ ഒരു ലോകക്രമം, RICയും ബ്രിക്സും. ഇതിനകത്ത് നമ്മളിപ്പം ഏറ്റവും അവസാനം നമ്മളെ പലവട്ടം നമ്മളിലേക്ക് അല്ലെങ്കിൽ നാളെ കാലത്ത് ഉപരോധം വരെ ഏർപ്പെടുത്താൻ നിൽക്കുന്ന സമയത്താണ് ഇപ്പം 4% കുറവോടുകൂടി ക്രൂഡ് ഓയിൽ വീണ്ടും ഏറ്റവും വില കുറച്ച രീതിയിൽ നമുക്ക് തരാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിനോടൊപ്പം നമ്മൾക്ക് ബുദ്ധിയുള്ളവർക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. യൂറോപ്യൻ യൂണിയൻ, നാറ്റോ അവരുടെ സൈനിക ബലം അല്ലെങ്കിൽ പ്രതിരോധ മേഖലയിൽ ടെക്നോളജി വർദ്ധിപ്പിക്കാനും ആയുധം വാങ്ങിക്കാനും ഏതാണ്ട് 463 ബില്യൺ ഡോളർ മാറ്റിവെക്കുന്നു. കഴിഞ്ഞ കൊല്ലത്തെക്കാട്ടി 19% കൂടുതൽ. അതായത് യുദ്ധസജ്ജമാണ്, യുദ്ധം സംഭവിക്കാം. ഈ യുദ്ധം 2 ആഴ്ച കഴിയുമ്പോൾ താക്കീത് കൊടുത്തിരിക്കുന്ന ട്രംപ് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ചൊറിച്ചിൽ വന്നാൽ ഉറപ്പായിട്ടും നാറ്റോയെ ആക്രമിക്കും. അതിനകത്ത് പ്രധാനമായിട്ട് അവർ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ബ്രിട്ടനെയാണ്. അങ്ങനെ അതിനുശേഷം പോളണ്ടിനെയാണ്. അതിനകത്ത് ആക്രമണം ഉണ്ടായാൽ അവരുടെ സൈനിക അല്ലെങ്കിൽ കരാർ അനുസരിച്ച് നാറ്റോ രാജ്യങ്ങൾ മൊത്തവും യുദ്ധത്തിലേക്ക് വരണം. അതിന്റെ കൂടെ അമേരിക്കയും നിന്നേ മതിയാകത്തുള്ളൂ. ഈ അവസരത്തിൽ അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ 51% യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഈ പ്രശ്നം ഉണ്ടാകുമ്പോൾ എണ്ണയും വാതകവും കൊടുക്കുന്നത് അവരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അതിന്റെ ഇടയ്ക്കൊരു വർത്തമാനം പറഞ്ഞു, എണ്ണയും വാതകവും കൊടുക്കുന്ന പൈപ്പ് ലൈനുകൾക്കും എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ എണ്ണ കൊടുക്കുന്ന ഇപ്പം ബാൻ ഏർപ്പെടുത്തിയതിനു ശേഷം ഞങ്ങൾ എണ്ണ കൊടുക്കുന്ന രാജ്യങ്ങൾക്കകത്ത് ഏതെങ്കിലും കപ്പലിന് കുഴപ്പം വന്നാൽ ആക്രമിക്കുന്ന റഷ്യന്റെ ഇടയ്ക്കൂടെ പറഞ്ഞു കഴിഞ്ഞു. അതായത് സജ്ജമായി നിൽക്കുന്നു, അതായത് അത് വെക്കുന്നു. നമ്മൾ പറഞ്ഞു വന്നത് യുദ്ധം ഉണ്ടാകുമോ, യുദ്ധത്തിന് തയ്യാറെടുത്തിരിക്കുന്നു. അതായത് ഈ എണ്ണ ഇങ്ങോട്ട് മേടിക്കുന്ന ഇപ്പൊ തന്നെ 65% വരുമ്പോൾ വീണ്ടും യുദ്ധം ഉണ്ടാകുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് എന്താണ് എണ്ണയുടെ ലഭ്യത യുദ്ധം വന്നാൽ കൂടത്തല്ലേ ഉള്ളൂ.
അപ്പൊ എണ്ണ വില കുറച്ചിങ്ങോട്ട് കൊടുക്കുക, അടുത്ത ദിവസങ്ങളിൽ തന്നെ അടിക്കുക യൂറോപ്യൻ രാജ്യത്തിലേക്ക്, അവിടുന്ന് ഇവിടെ വന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകും. മേടിക്കാതിരിക്കാൻ പറ്റത്തില്ല, ഇപ്പോഴും മേടിച്ചോണ്ടിരിക്കുകയാണല്ലോ. എണ്ണ വേണമല്ലോ, ഇപ്പൊ ഉള്ളത് ഇപ്പോഴും എണ്ണ വേണം, ഇപ്പോഴും ഗ്യാസ് വേണം, യുദ്ധം വന്നാൽ ഇതിന്റെ ഇരട്ടി വേണം, എവിടുന്ന് മേടിക്കും? ഇപ്പൊ ഈ തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ മേടിക്കും. യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവന്റെ ക്രൂഡ് ഓയിൽ മേടിച്ച് 15% ഇപ്പൊ യുക്രൈന് കൊടുത്തോണ്ടിരിക്കുക ഇന്ത്യ. അല്ലെ യുക്രൈൻ അത് മേടിച്ചേ നിവർത്തിയുള്ളൂ. ആ രീതിയിലേക്ക് ഉള്ള ഒരു നീക്കം, ഒരു യുദ്ധ സമാനമായ കാര്യം, ആ രീതിയിലേക്ക് എണ്ണയ്ക്ക് വില കുറച്ച് ഇവിടെ തരുന്നതിനകത്തുള്ള അപകടവും ട്രംപിന് മനസ്സിലായി. യുദ്ധത്തിലേക്ക് തന്നെ റഷ്യ നീങ്ങുന്നു, ആ മാനസികാവസ്ഥയിലേക്ക് റഷ്യ നീങ്ങുന്നു. അതായത് റഷ്യ പിന്മാറുന്ന ഒരു അവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്ക് അമേരിക്ക സർവ്വകാലം പെട്ടു. കാരണം ഒരു രീതിയിലും യുദ്ധം നിർത്താതിരുന്നാലും യൂറോപ്യൻ യൂണിയത്തിന് നാറ്റോയ്ക്കും പിടിച്ചേക്കാൻ പറ്റത്തില്ല. യുദ്ധം നിർത്തിയാൽ ആ നിമിഷം തന്നെ റഷ്യ യുക്രൈൻ മൊത്തം കൈയടക്കുന്ന ഒരു രീതിയിലേക്ക് പോകും. അതായത് എല്ലാ വിഷയങ്ങൾക്കകത്തും, താരിഫ് വിഷയത്തിനകത്തും മറ്റെല്ലാ രീതിയിലും അമേരിക്ക പെട്ടുപോകുന്നു, അമേരിക്കയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ പെട്ടുപോകുന്നു. ഏറ്റവും അവസാനം യുദ്ധം സമാനമായതുപോലെ ഏത് സമയം പൊട്ടിപ്പുറപ്പെടാൻ എന്ന രീതിയിലേക്ക് ഉള്ള ഒരു നീക്കുപോക്ക് നാറ്റോ രാജ്യങ്ങളുടെ ഈ സൈനിക ശേഷി വർദ്ധിപ്പിക്കലും ടെക്നോളജി വർദ്ധിപ്പിക്കുന്നതിനും പണം മാറ്റി വെക്കുന്നതിനകത്തുനിന്ന് നമ്മൾക്കും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യം നിരീക്ഷിക്കുന്നവർക്കും മനസ്സിലാകുന്നു. അത്തരത്തിലേക്കാണ് ലോകത്ത് ഇപ്പം പല ചർച്ചകളും നടക്കുന്നത്. അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ ഈ നടന്നിരിക്കുന്ന SCO മീറ്റ് അല്ലെങ്കിൽ പുടിൻ മോദി കൂടിക്കാഴ്ചയൊക്കെ വളരെ വളരെ നിഗൂഢമായതാണ്. SCO മീറ്റിൽ നമുക്കറിയാം, നേരത്തെ തന്നെ ട്രംപിന്റെ പേര് പരാമർശിക്കാത്തതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതിനുശേഷം മോദിയും പുടിനും എന്ത് കൂടിക്കാഴ്ച നടത്തി എന്നതിലുള്ള ഊഹാപോഹങ്ങളും ആശങ്കയും ഒക്കെ ലോകരാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നുമുണ്ട്. മാത്രമല്ല കിം ജോങ് ഉൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു, മീറ്റിന് എത്തിയിരുന്നു. കിം ജോങ് ഉൻ വന്നതിനു ശേഷം അദ്ദേഹം തൊട്ട പാത്രങ്ങൾ, കസേരകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സേന വൃത്തിയാക്കുന്നതും DNA പോലും ലഭിക്കരുത് എന്നൊക്കെയുള്ളതായിരുന്നു ആവശ്യം. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളും മാധ്യമ വാർത്തകളും അതിന്റെയൊക്കെ ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം, ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്ത് വാർത്തകളിൽ ചർച്ചയാകുമ്പോഴും ആർക്കും അറിയില്ല പുടിനും മോദിയും തമ്മിൽ എന്ത് സംസാരിച്ചു എന്നുള്ളത്. അതിപ്പോഴും നിഗൂഢമായി തുടരുകയാണ്. യഥാർത്ഥത്തിൽ എന്തായിരിക്കാം അവർ സംസാരിച്ചതെന്ന് ഇന്ത്യയിലുള്ള രാഷ്ട്രീയ നിരീക്ഷകർക്ക് പോലും ഒരു തരത്തിലും ഒന്ന് ഊഹിക്കാൻ പോലും സാധിക്കുന്നില്ല. അത്രയേറെ സുരക്ഷിതമായാണ് പുടിൻ ആ ഒരു സമയത്തെ ഹാൻഡിൽ ചെയ്തത് പോലും. നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള വാഹനത്തിൽ വച്ചാണ് മോദിയുമായി സംസാരിച്ചിരിക്കുന്നത്. ഇതേ തുടർന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പോലും അവരെ ആ അവസരത്തിൽ നിന്ന് തന്ത്രപൂർവ്വം ഒഴിവാക്കുകയുണ്ടായി. മോദിയും പുടിനും മാത്രമായിരുന്നു ആ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷം പുറത്തു വരുന്ന വാർത്തകൾ ലോകം മുഴുവൻ അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുകയാണ്. ഇന്ത്യ, റഷ്യ, ചൈന, ഈ ഒരു RIC എന്ന് പറയുന്ന ഈ ഒരു ഗ്യാങ്ങിലേക്ക്, അങ്ങനെ വേണമെങ്കിൽ നമുക്കിപ്പോൾ അതിനെ വിശേഷിപ്പിക്കാം, ബ്രിക്സിൽ നിന്നെല്ലാം മാറി RIC കൂടുതൽ ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ്. RIC-യിലേക്ക് ഉത്തര കൊറിയയെ കൂടി ക്ഷണിക്കുന്നുണ്ടോ? കിം ജോങ് ഉന്നിന്റെ ഒരു വരവിനെ അങ്ങനെ കാണാൻ സാധിക്കുമോ? കാരണം കിം ജോങ് ഉൻ വന്നത് തന്റെ പിൻഗാമിയായ, അങ്ങനെയാണ് അവരെ കുറിച്ച് പരക്കെ പ്രചരിക്കുന്നത്, തന്റെ മകളോടൊപ്പമാണ്. ആ രീതിയിൽ കിം ജോങ് ഉൻ കൂടി RIC-യുടെ ഭാഗമാകുമോ? ഉത്തര കൊറിയയ്ക്ക് അതിനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോഴും നിഗൂഢമായി തുടരുന്നത് മോദിയും പുടിനും തമ്മിൽ എന്ത് സംസാരിച്ചു എന്നുള്ളതാണ്. അതിലൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഊഹാപോഹങ്ങളാണ് പ്രചരിക്കുന്നതും. ഒപ്പം ഇതിന്റെ എല്ലാം ഒക്കെ ഒരു ചുവട് പിടിച്ച് ലോകത്തിൽ മറ്റെന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുണ്ടോ, മൂന്നാം ലോക മഹായുദ്ധം പോലെ എന്തെങ്കിലും എന്നുള്ള ആശങ്കകളും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.